ഈ കയ്യടികളാണ് എന്നെപ്പോലത്തെ ചെറിയ കലാകാരന്മാർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രചോദനം. വളരെ സന്തോഷം എൻ്റെ ഫാമിലിയിലാണ് വന്നിരിക്കുന്നത്. കാരണം അത് പറയാൻ ഏറ്റവും അർഹൻ ഞാനാണ്. കാരണം ശരിക്കും കേരളത്തിലെ അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ലായിരുന്നു, എനിക്കും അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ സെറീന ഡോക്ടർ എനിക്കൊന്ന് 4 വർഷം മുമ്പ്, 1 വർഷം എൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഇങ്ങനെ നടന്ന് ഫോൺ ചെയ്യും എൻ്റെ അടുത്ത്, ബിനീഷേ ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്കെന്താണെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ഈ ഹോമിയോപ്പതിയും ഇംഗ്ലീഷ് മരുന്നും അങ്ങനെയുള്ള ആയുർവേദമൊക്കെ കേട്ടിട്ടുള്ളത്. ഈ അക്യുപഞ്ചർ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അത് ഞാൻ പിന്നീട് കാണാമെന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലിനിക്കിൽ ചെല്ലണത്, ഇവിടെ കളമശ്ശേരിയിൽ. അപ്പോൾ ആ ക്ലിനിക്കിൽ സെറീന ഡോക്ടറും പിന്നെ ഒരു സ്റ്റാഫും മാത്രം ഉണ്ടായുള്ളത്. അപ്പോൾ എന്നോട് കാരണം മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കൊന്നിലും വിശ്വാസമില്ല, എനിക്ക് 14 വർഷമായിട്ട് നടുവേദനയുള്ള ആളാണ്. ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ടൈൽസിൻ്റെ വർക്ക് ചെയ്ത ആളാണ്, ഇരുന്നുള്ള വർക്കായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും ഗുണ്ടയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ഇടികൊള്ളുമ്പോൾ വീണ സ്ഥലത്തൊക്കെ ഇത്തിരി വേദനയുണ്ട്, ഇതുവരെ മാറിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് അത് നമുക്ക് ആദ്യം മാറ്റിക്കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ അക്യുപഞ്ചർ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. ഞാൻ 2-3 ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഈ 14 വർഷമായിട്ടുള്ള നടുവേദന അങ്ങോട്ട് മാറി. അപ്പോൾ സാധാരണക്കാർക്ക് ഒരുപാട് പേർക്ക് നടുവേദന മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗുളികകളൊന്നും കഴിക്കണ്ട, നമുക്ക് മെഡിസിൻ ഇല്ല. സാധാരണക്കാർക്ക് മെഡിസിൻ മേടിക്കാൻ വേണ്ടിയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ മെഡിസിൻ ഇല്ലാത്ത ചികിത്സ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ആഡ് ചെയ്ത്, ഞാനത് ഇവിടെ ആദ്യത്തെ റോൾ മോഡൽ, ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് 1 മില്യൺ ആൾക്കാർ ഇത് കണ്ട്. എൻ്റെ ഫോളോവേഴ്സ് എല്ലാം സാധാരണക്കാർ, തൊഴിലാളികളാണ്. അപ്പോൾ എല്ലാവരും എന്നെയാണ് ആദ്യം വിളിച്ച് നോക്കുന്നത്, ചേട്ടാ 14 വർഷമായിട്ടുള്ള നടുവേദന മാറിയെന്ന് സത്യമാണ്. നമ്മൾ സത്യമാണ്, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞ്. കേരളത്തിൽ മാത്രമല്ല, മലയാളി എവിടെ ഉണ്ടെങ്കിലും വിളിക്കാൻ തുടങ്ങി. അവിടെ കസ്റ്റമർ കെയറിൽ ഫോൺ കോൾ എടുക്കുന്ന പോലെ 3 സ്റ്റാഫിനെ നിർത്തി. സെറീന എപ്പോഴും മിനിറ്റിന് കോൾ വന്നിട്ടിരിക്കുന്നത്. അപ്പം ഞാനോർക്ക് എന്ത് കൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഇത്രയും കോൾ വരുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ ഒരു പ്രസൻറ്റേഷനായിരുന്നു. അത് സാധാരണ രീതിയിലാണ് അവതരിപ്പിച്ചത്. രണ്ടാമത് എനിക്കെപ്പോഴും തിരക്കുള്ള മനുഷ്യനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ഗസ്റ്റായിട്ട് പോകുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട്, 1 മാസം ഉണ്ടെങ്കിൽ ഞാൻ 20 ദിവസം ഇതുപോലെ പരിപാടിക്ക് പോകുന്ന ആളാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ദിവസം സെറീന ഡോക്ടറിൻ്റെ ഈ ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ ഷൂട്ടിങ് നടക്കണമെന്ന് ഓർത്ത്. അവിടെ ഒരുപാട് വണ്ടികൾ വർക്ക് ചെയ്തേക്കണം, അവിടെ ഒരുപാട് ജനങ്ങൾ അവിടെ ക്യൂ നിൽക്കണം, സെക്യൂരിറ്റിമാർ 3 എണ്ണം. മേലെ കയറി വന്നപ്പോൾ പറഞ്ഞ് നിൽക്ക്, ഡോക്ടറിനെ കാണാൻ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് മേലെ ചെന്നപ്പോൾ ടോക്കൺ എടുത്താണ് അവിടെ കയറ്റണത്. അപ്പോൾ ഒരുപാട് സ്റ്റാഫായി, ഒരുപാട് ഡോക്ടർമാരായി. അവിടുത്തെ ഫ്ലോർ മുഴുവനും ഇവരങ്ങോട്ട് എടുത്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വീഡിയോ ഭയങ്കര ഗുണപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ട് സന്തോഷമാണ്. ആദ്യം ഒരു തൈയായിരുന്നു ഇത്. ആ തൈയെ നനക്കാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആ തൈ എന്ന് പറഞ്ഞ സംഭവം അത് വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ഫലം കിട്ടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷിക്കാൻ പറ്റിയ ഫലം കിട്ടുന്ന സംഭവമായിട്ട് മാറുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ തൈയിൽ ഞങ്ങളെല്ലാവരും കൂടി വെള്ളം നനച്ച് വളവിട്ടു. ഇപ്പോൾ വളർന്ന് പന്തലിച്ച് കായ്കളായി, ഫലങ്ങളായി. ആ കായ്കനികളൊക്കെ ഒരുപാട് പേർക്ക് കൊടുത്ത് വീണ്ടും ചെറിയ ചെറിയ തൈകളായിട്ട് പിന്നെയും പന്തലിച്ച് വലിയൊരു സംരംഭമായി മാറി ബാക്ക് ടു ബാലൻസ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഇവരുടെ വളർച്ച കാണുന്നത്. വന്ന വഴി മറക്കാത്ത ആളാണ് സെറീന. എന്തുണ്ടെങ്കിലും സെറീന ഡോക്ടർ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയും, ബിനീഷ് ഇങ്ങനെ കാര്യം നടന്നിട്ടുണ്ട്, ബിനീഷ് ഒന്ന് വന്നം. ഞാൻ അത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ. ഞാൻ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് പോയിട്ടുള്ളത്. ഞാൻ പോയപ്പോഴൊക്കെ എല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഫോളോവേഴ്സിന് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തി സാധാരണക്കാരനാണ്. ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് മറ്റുള്ള ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കുകയുള്ളൂ. ഞാൻ എന്ത് കാര്യം കേരളത്തിൽ ഇതുപോലെ സെറീന ഡോക്ടർ മാത്രമല്ല, എൻ്റെ ഒരു വീഡിയോ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ സെറീന ഡോക്ടർ രക്ഷപ്പെട്ടെന്നല്ല കേട്ടോ പറയണ. ഒരുപാട് കോടിക്കണക്കിന് ബിസിനസ് നടക്കുന്ന സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആദ്യം ചെല്ലാൻ നേരത്തെ കട മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ വീഡിയോ എന്തെങ്കിലും ചെയ്യാൻ നേരത്ത്. പിന്നീട് എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഒരു അവതരണവും എൻ്റെ ഒരു ശൈലിയും പിന്നെ അവർക്ക് ഒരു വിശ്വാസമാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ
നമ്മൾ കാരണം അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്ത കാരണം ഞാൻ ഇങ്ങനൊരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വേദിയിൽ ഇത് പറയാനായിട്ട് മറ്റുള്ള ആൾക്കാരും പറയൂല, എനിക്ക് തന്നെ അത് പറയാനുള്ള അവകാശമുള്ളൂ. പൈസ മേടിച്ചിട്ടാണ് ചെയ്തത്, എന്നാലും നമ്മ ചെയ്തൊരു കാര്യം ഇത്രയും പേരിലേക്ക് എത്തി. ഈ ഒരു അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ചികിത്സാ രീതി ഒരുപാട് പേരിലേക്ക് എത്താൻ കാരണക്കാരനായി. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ സെറീന പോലും പറയൂല. ഇത് മനസ്സിലായോ? വന്ന വഴി മറന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ കാര്യമൊക്കെ മറക്കും. ഉള്ള കാര്യം ഒച്ചക്ക് പറയുന്ന മനുഷ്യനാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ മാറി. പൈസ മേടിക്കാതെ തന്നെ എൻ്റെ ഫോളോവേഴ്സിനൊക്കെ ഒരുപാട് പേര് ചികിത്സിച്ചു. വർഷങ്ങളായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറി. പിന്നെ എൻ്റെ ഫേസ് കുറേ ഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. സെറീന ഡോക്ടർ കുറേ സൂചി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി എൻ്റെ ഫേസും ഭയങ്കര ഭംഗിയായില്ലേ ഇപ്പം. അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്കും ലൈഫിൽ നടന്ന്. പിന്നെയും സെറീന ഡോക്ടർ ഇതുപോലത്തെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലേ ഇപ്പം. സെറീനക്ക് ഒരുപാട് ഡോക്ടേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര അറിവുള്ള ആൾക്കാരൊക്കെ എന്നെ അറിവില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നാലും വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇവരുടെ ഒരു ഫാമിലിയിലൊരു ഭാഗമായിട്ട് ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ബാക്ക് ടു ബാലൻസ് ഇനിയും വളർന്ന് ഒരുപാട് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇതെല്ലായിടത്തും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളൂ, ഇത് ഫേക്കല്ല കേട്ടോ. ഇത് ഞാൻ അനുഭവിച്ചിട്ട് എൻ്റെ നടുവേദനയും കാര്യങ്ങളൊക്കെ മാറിയതാണ്. അപ്പം എന്നോട് എല്ലാവരും സംശയമാണ് ഇത് കാണുമ്പോൾ, മരുന്നില്ലാതെ എങ്ങനെ അസുഖം മാറുമെന്നുള്ള. അത് മരുന്നില്ലാതെ അസുഖം മാറുമെന്ന് നമ്മൾ സെറീന ഡോക്ടർ കാണിച്ചു തന്നില്ല. പിന്നെ എന്താണ് ഇതിൽ ഇതുള്ളത്?